സാർ, ഒരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. അതായത് കേണൽ ഉം, പുരോഹിത്, ഉം, മാലേഗാവ് സ്ഫോടന കേസിൽ പ്രതിയാക്കപ്പെട്ട കേണൽ പുരോഹിത് അന്ന് ലഫ്റ്റനന്റ് കേണലായിരുന്നു. അദ്ദേഹത്തിന്റെ ഇപ്പോൾ ബ്രിഗേഡിയറായി പ്രൊമോഷൻ നൽകിക്കൊണ്ട്, അന്ന് ആ കേസിൽ കുറ്റവിമുക്തനാക്കിയ ശേഷം ബ്രിഗേഡിയറായി പ്രൊമോഷൻ കൊടുത്തിരിക്കുകയാണ് ആർംഡ് ഫോഴ്സസ് ട്രിബ്യൂണൽ. അപ്പോ ഉം. ഇത് ഒരു നിരപരാധിയായ മനുഷ്യനെ ഒരു കേസിൽ കുടുക്കി ഏതാണ്ട് 9 വർഷത്തോളം ജയിലിലിട്ട് പീഡിപ്പിക്കുകയായിരുന്നില്ലേ? ഇതിന്റെ ഏതാണ്ട് ഇതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം കോൺഗ്രസിന് തന്നെയല്ലേ? കോൺഗ്രസിനാണ് അതിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. ആ, അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന പി ചിദംബരം, രാജ്യ സുരക്ഷിതത്വ ഉപദേഷ്ടാവായിരുന്ന ആ, എം കെ നാരായണനാണോ അതോ ശിവശങ്കർ മേനോനാണോ എന്ന് എനിക്കറിയില്ല. അവർ രണ്ടുപേരും, പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ്, അതുപോലെ കോൺഗ്രസ് അധ്യക്ഷയായിരുന്ന സോണിയ ഗാന്ധി, പിന്നെ ശിവരാജ് പാട്ടീൽ കുറച്ചു നാളും അതിന്റെ ആഭ്യന്തരമന്ത്രിയായിരുന്നു. അവർക്കാണ് ഈ കുറ്റത്തിന്, അവരാണ് പ്രധാന പ്രതികളാക്കേണ്ടത്. ഒരു അതെ. തെറ്റായ കേസ്, വ്യാജ കേസ് ചമച്ച് ഇന്ത്യൻ ആർമിയിലെ ഏറ്റവും സാമർഥ്യമുള്ള, ഏറ്റവും മിടുക്കനായ, ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു കേണലിനെ 2008 അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിന് ജാമ്യത്തിൽ വിട്ടത്. 2017 അദ്ദേഹത്തിന് അതെ. ജാമ്യത്തിൽ വിട്ടത്. 9 വർഷം അദ്ദേഹം ജയിലിലായിരുന്നു. അതിനുശേഷം 2025 കോടതി അദ്ദേഹത്തെ വെറുതെ വിട്ടത്. അതെ. ആ അത് വ്യക്തിയുടെ, ആ ഭടന്റെ, ആ കമാൻഡോയുടെ ജീവിതം 2008 മുതൽ 2026 വരെ അദ്ദേഹത്തിന്റെ ജീവിതം, അദ്ദേഹത്തിന്റെ പ്രൊഡക്റ്റീവ് ഇയേഴ്സ് നഷ്ടപ്പെടുത്തിയത് ഇവര് ഈ ചിദംബരവും ശിവരാജ് പാട്ടീലും, പിന്നെ ശിവരാജ് പാട്ടീൽ ചത്തുപോയി എന്ന് തോന്നുന്നു. പിന്നെ മൻമോഹൻ സിംഗും അയാളും ചത്തു. അതെ. സോണിയ ഗാന്ധിയും എല്ലാവരും കൂടി ചേർന്നിട്ടാണ് അവര് ഹിന്ദു ടെറർ, അതല്ലെങ്കിൽ സാഫ്രോൺ ടെറർ എന്ന് പറഞ്ഞ വാക്ക് ചമച്ചുണ്ടാക്കി. അത് കൂടാതെ അഭിനവ് ഭാരത് എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടാക്കി. ഇവര് നിർമ്മിച്ചതാണ്. ഇതിൽ നിർമ്മിച്ച കേസാണ് അദ്ദേഹത്തിനെ കൊടുക്കാൻ വേണ്ടിയിട്ട്, അതെ. കേണൽ പുരോഹിതനെ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരു സഹായവും അദ്ദേഹത്തിന് ഈ പറയുന്ന ഭരണമാറ്റം ഉണ്ടായിട്ടും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതല്ലെങ്കിൽ ഇത് ബന്ധപ്പെട്ട അധികാരികൾ ഇതുമായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ട് ഈ കേസ് 2014 തന്നെ ഈ കേസ് തള്ളിക്കളയേണ്ടതായിരുന്നു ശരിക്കും. അതെ. വളരെ, തീർച്ചയായും. പക്ഷെ അദ്ദേഹത്തിന് ബ്രിഗേഡിയർ ആവാൻ സാധിച്ചു. അദ്ദേഹത്തിന് ബ്രിഗേഡിയറുടെ മുകളിൽ എന്തെങ്കിലും ഗ്രേഡ് ഉണ്ടെങ്കിൽ മേജർ ജനറലോ അതെ. ലഫ്റ്റനന്റ് ജനറലോ ആയിട്ടുള്ള പ്രൊമോഷൻ കൂടി കൊടുക്കേണ്ടതാണ്. കാരണം അത്ര മിടുക്കനായ, അത്ര സാമർഥ്യമുള്ള ഒരു ഇന്റലിജൻസ് ഓഫീസർ ആയിരുന്നു അദ്ദേഹം ആർമിയിൽ. അതെ. 2008 അദ്ദേഹത്തിന്റെ ജീവിതം താറുമാറാക്കിയത് ഇവരെല്ലാവരും കൂടി ചേർന്നുകൊണ്ട്. ഈ അതെ. വിഷയത്തെ കുറിച്ചിട്ട് നമ്മളുടെ ആഭ്യന്തര മന്ത്രാലയത്തില് അണ്ടർ സെക്രട്ടറി ഒക്കെ ആയിരുന്ന ശ്രീ RVS മണി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടായിരുന്നു, ദ ഹിന്ദു ടെറർ, അതെ. ഇൻസൈഡർ അക്കൗണ്ട് ഓഫ് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്. അന്ന് ഈ ആഭ്യന്തര മന്ത്രാലയത്തില് പാകിസ്ഥാൻ ഏജന്റുമാര് നുഴഞ്ഞു കയറി വിവരം വരെ അദ്ദേഹത്തിന്റെ വിവരണത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതെ. അതാണ് ഈ എന്താണ് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, വാട്ട് റോൾ ഡിഡ് മിനിസ്റ്റേഴ്സ് ലൈക്ക് ശിവരാജ് പാട്ടീൽ, ചിദംബരം, അന്തുലെ, ദിഗ്വിജയ് സിംഗ് ആൻഡ് ഒഫീഷ്യൽസ് ലൈക്ക് ചിത്കാല സുഷി, ധർമ്മേന്ദ്ര ശർമ്മ, ഹേമന്ത് കറക്കറെ, RV രാജു പ്ലേ ഇൻ ദ ഹിന്ദു ടെറർ നരേറ്റീവ്. ഈ ഹിന്ദു ടെറർ നരേറ്റീവ് സൃഷ്ടിച്ചത് ശിവരാജ് പാട്ടീലും ചിദംബരവും ദിഗ്വിജയ് സിംഗും അതുപോലെ തന്നെ ഹേമന്ത് കർക്കരെ തുടങ്ങിയ IPS ഉദ്യോഗസ്ഥന്മാരും ചേർന്നാണെന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ആ പുസ്തകത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ദ ഹിന്ദു ടെറർ. ഈ എനിക്ക് തോന്നുന്നു നമ്മുടെ രാജ്യത്തോട് സ്നേഹമുള്ള എല്ലാ വ്യക്തികളും ഈ പുസ്തകം ഒരു തവണയെങ്കിലും വായിച്ചിരിക്കേണ്ടതാണ്. അതെ. വളരെ വളരെ ബുദ്ധിമുട്ടിയാണ് അദ്ദേഹം ഈ പുസ്തകം എഴുതിയത്. അദ്ദേഹത്തിന് വളരെയധികം പീഡനത്തിന് വിധേയമായിരുന്നു ശ്രീ അതെ. RVS മണി. അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെ ആ കേസിൽ കേസിന്റെ സമയത്ത് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത പീരീഡിൽ ഒക്കെ നഷ്ടപ്പെടുകയുണ്ടായിരുന്നു. അതെ. സർ, ഇത് ആദ്യമായിട്ടല്ല കോൺഗ്രസ് ഈ പറയുന്ന ഹിന്ദു ടെറർ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് അത് വരുത്തി തീർക്കാനായിട്ട് ശ്രമിക്കുന്നത്. അത് കോൺഗ്രസിന്റെ ആരംഭകാലത്ത് മഹാത്മാഗാന്ധി വധം മുതൽ ഇങ്ങോട്ട് കോൺഗ്രസ് ചെയ്തിട്ടുള്ള പ്രവൃത്തിയാണ് എന്നുള്ളതാണ്. ഈ പറയുന്ന അജ്മൽ അബീർ കസബിന്റെ കയ്യിൽ ഒരു ചരടുണ്ടായിരുന്നു. സാർ, അത് ഓർക്കുന്നുണ്ടോ?
മുംബൈ ബി ഓർക്കുന്നുണ്ട് ഈടാക്കുന്ന സമയത്ത്. ഒരു ട്രേഡ് ഓഫിന്റെ ഭാഗമായിട്ടാണ് അത് ചെയ്തത്. യെസ്. അതെ അതെ അതെ. അതായത് ആ ചുവന്ന ചരട് ഉണ്ടായിരുന്ന ഒരുപക്ഷെ ഈ ഇയാളെ നേരിട്ട് ജീവനോടെ പിടിക്കാൻ കഴിഞ്ഞില്ലായിരുന്നുവെങ്കിൽ, അജ്മൽ അബീർ കസബിനെ നേരിട്ട് പിടിക്കാൻ കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ, അയാൾ ഒരു ഹിന്ദു ടെററിസ്റ്റ് ആണെന്ന് പറഞ്ഞ് ഒരു ഹിന്ദു ടെറർ അറ്റാക്ക് ആണ് മുംബൈയിൽ നടന്നതെന്ന് വരുത്തി തീർത്തേനെ ഇവർ, അല്ലേ? അതെ, തീർച്ചയായിട്ടും എത്രയോ സംഭവം അതിനിടയ്ക്ക് നടന്നിട്ടുണ്ട്. ഇവിടെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും ഒരു കൊലപാതക കേസിൽ പിടിക്കപ്പെട്ടാൽ, അതല്ലെങ്കിൽ രാജ്യദ്രോഹ കേസിന് പിടിക്കപ്പെട്ടാൽ, അവരെ അവരുടെ ഐഡന്റിറ്റി ഒളിച്ചു വെക്കുന്നത് അത് അതിന്റെ ഭാഗമല്ലേ? പ്രിയൻ കണ്ടിട്ടില്ലേ പല കേസുകളിലും ഈ പ്രതികളുടെ പേര് പറയൂല നമ്മുടെ മാധ്യമങ്ങൾ, അവർ ചോദിച്ചിട്ട് എഴുതൂല. അവസാനം അതിനോട് താല്പര്യമുള്ള പത്രക്കാർ പോയിട്ട് ചോദിച്ച് അന്വേഷിച്ചറിഞ്ഞിട്ടാണ് പ്രതിയുടെ പേര് എഴുതുന്നത്. അതല്ലെങ്കിൽ അവർ എഴുതൂല. പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ്, അവരുടെ പേര് ഒട്ടും എഴുതില്ല അവര് ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്ക്. നോക്കൂ, നമ്മുടെ ഒരു വൈസ് പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി, അയാൾക്ക് എന്താ പറയണ വിദേശ ചാര സംഘടനകളുമായിട്ട് ബന്ധമുണ്ടായിരുന്നുവെന്നും അയാൾക്ക് ഇറാനിലെ മറ്റേ സുപ്രീം കൗൺസിൽ എന്താ ആയത്തുള്ളയുടെ ഇതുമായിട്ട് രഹസ്യ സംഘടനകളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അയാള് ഇറാനിൽ ഇരുന്നപ്പോഴ് ഇന്ത്യൻ ഏജന്റുമാരെ, സീക്രട്ട് സർവീസ് ഏജന്റുമാരെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു എന്നും വളരെ വ്യക്തമായ ആരോപണം ഉണ്ടല്ലോ. അയാൾ ഇപ്പോഴും ഊശാൻ താടിയും വെച്ച് ആട്ടും താടിയും വെച്ച് ഇങ്ങനെ നടക്കേണ്ട രാജ്യത്ത് മുഴുവൻ ഒരു കുഴപ്പമില്ലാണ്ട് ഏറ്റവും വലിയ എന്താ അതിന്റെ പേര് മതേതരനാണെന്ന് പറഞ്ഞു. ഇത് വളരെ കുറ്റകരമായ ഒരു കാര്യമാണ്. ഈ ചിദംബരത്തിനെതിരെ ക്രിമിനൽ കേസ് എടുക്കേണ്ടതാണ്. എത്രയോ അഴിമതി കേസിൽ പ്രതിയാണ് ചിദംബരം എന്നറിയാമോ? അദ്ദേഹം ധനകാര്യമന്ത്രി ആയിരുന്നപ്പോഴും ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോഴും എല്ലാം രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തി അതിനകത്തൊരു റെക്കോർഡ് സ്ഥാപിച്ച വ്യക്തിയാണ് ചിദംബരം എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ നിയമ സംവിധാനം സച്ച് എ pathetic situation. നമ്മുടെ നിയമ സംവിധാനം വളരെ വളരെ ദുർബലമാണ്. അതുകൊണ്ടാണ് അയാൾ ഇന്നും വലിയ ഗമയിൽ കുണുങ്ങി നടന്നു പോകുന്ന കാണാൻ പാടില്ലേ? ടെലിവിഷൻ ചാനലിലൊക്കെ അയാളെ കാണിക്കുന്ന കാണാൻ പാടില്ലേ? അവരുടെക്ക് ഹിന്ദു സന്യാസിമാരൊക്കെ ഭീകരവാദികളാന്ന് പറഞ്ഞു. ഇത് ഈ കേണൽ പുരോഹിതന് മാത്രമല്ല, ആ ഒരു വനിതയെയും അറസ്റ്റ് ചെയ്തിരുന്നു, ഒരു സ്വാമിനി, അതെ, പ്രജ്ഞ സിംഗ് ഠാക്കൂറിനെ അറസ്റ്റ് ചെയ്തിരുന്നു. അത് കൂടാതെ എത്രയോ സന്യാസിമാരെ അറസ്റ്റ് ചെയ്തു കള്ളക്കേസിൽ കുടുക്കിയിട്ട്. അതുപോലെ ഈ സോണിയാഗാന്ധിയുടെ കോൺഗ്രസ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോ ഓർക്കുന്നില്ലേ, കാഞ്ചി കാമകോടി മഠത്തിൽ അന്നത്തെ മഠാധിപതി ജയേന്ദ്ര സരസ്വതി സ്വാമികളെ കള്ളക്കേസ് ചുമത്തി അറസ്റ്റ് ചെയ്ത് എത്ര നാളാ ജയിലിലിട്ടത്. അവസാനം കോടതി പറഞ്ഞു, നിങ്ങൾ എന്താ ഈ കാണിക്കണേ? ആരെയാണ് അറസ്റ്റ് ചെയ്യേണ്ടത്, ആരെയാണ് ദ്രോഹിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാൻ പാടില്ലേ? അത് നിങ്ങൾ ചെയ്യണ ഒരു ഒരു വളരെ നിരപരാധിയായ സാത്വികനായ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് കള്ളക്കേസിൽ അറസ്റ്റ് ചെയ്ത്, അത് കൊലപാതക കേസിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലിടുക. അത് വളരെ അസംബന്ധമാണ് ഈ കേസ് എന്നാണ് പറഞ്ഞത്. അതിന് എന്തായിരുന്നു കാരണം എന്നറിയില്ലേ? രാമ ജന്മഭൂമി ക്ഷേത്രത്തില് ഒരു ചർച്ച നടത്തി. രാമജന്മഭൂമിയും പിന്നെ അതുപോലെ അനുബന്ധ സ്ഥാപനങ്ങളും ഹൈന്ദവർക്ക് വിട്ടുകൊടുക്കാൻ ഇസ്ലാമിസ്റ്റ് ഭീകരവാദികളെ നയത്തിൽ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ടാണ് അദ്ദേഹം ശ്രമിച്ചത്. അതിൽ വിരണ്ടുപോയ കോൺഗ്രസ് ഭരണകൂടവും DMK-കാരും എല്ലാവരും കൂടി ചേർന്നാണ് അദ്ദേഹത്തെ കള്ളക്കേസിൽ കുടുക്കി സ്വാമിയെ പിടിച്ചിട്ട് ജയിലിലിട്ടത്. ഇത് ഭാരതത്തില് കോൺഗ്രസ് ഭരണത്തിന് കീഴിൽ കോൺഗ്രസ് അധികാരത്തിലിരുന്നപ്പോഴെല്ലാം നടത്തിയിട്ടുള്ള എന്താ പറയണ ഹീനമായ നികൃഷ്ടമായ ഇടപെടലുകളാണ് ഇതിനെല്ലാം തെളിവ് കാണിക്കുന്നത്. ഇപ്പൊ ഇന്നലെ തന്നെ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, നമ്മുടെ PC ജോർജ് പൂഞ്ഞാറിലെ സ്ഥാനാർത്ഥി, അദ്ദേഹം പറഞ്ഞു കേട്ടില്ലേ, മാത്യു അറക്കൽ എന്ന് പറഞ്ഞ ഒരു ബിഷപ്പ് ഉണ്ട് കാഞ്ഞിരപ്പള്ളിയിൽ. അറക്കലാണോ അദ്ദേഹത്തിന് അറക്കലാണ് ജോയിച്ച പേര്. അയാള് അതിരാവിലെ തന്നെ നമ്മുടെ സെമിനാരികളിലും പള്ളികളിലൊക്കെ വിളിച്ചിട്ട്, അതുപോലെ കന്യാസ്ത്രീ ആശ്രമങ്ങളിലൊക്കെ വിളിച്ച് അവരോട് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും വോട്ട് ചെയ്യാൻ പോകുമ്പോൾ UDF-ന് വോട്ട് ചെയ്യണം, കോൺഗ്രസിന് വോട്ട് ചെയ്യണം.
BJPക്കോ NDAക്കോ വോട്ട് ചെയ്യരുതെന്നാണ് പറഞ്ഞത്. അതെ. അതുപോലെ ഈ കേണൽ പുരോഹിതന്റെ മല്ലികാർജുൻ കാര്യത്തിൽ മല്ലികാർജുൻ ഖർഗെ പോലും ചെയ്യാത്ത കാര്യമാണ് ഈ കല്ലറക്കൽ മാത്യു അറക്കൽ പിതാവ് ചെയ്തത്. പിതാവല്ല, മാത്യു അറക്കൽ കോൺഗ്രസ് നേതാവ് ചെയ്തത്. അദ്ദേഹത്തിനെയാണ് യഥാർത്ഥത്തിൽ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനാക്കേണ്ടത്. അതെ. ഈ കേണൽ പുരോഹിതന്റെ കാര്യത്തില് അദ്ദേഹമായിരുന്നു ഈ മുംബൈ ഭീകരാക്രമണം ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ട് അന്ന് കേന്ദ്ര സർക്കാരിന് കൊടുത്തത്. അതെ, അതൊക്കെ അവർ ഇഗ്നോർ ചെയ്തു. അങ്ങനെയുള്ള റിപ്പോർട്ടുകൾ എത്രയോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുപോലെ സ്ഫോടന പരമ്പരകൾ ഇന്ത്യയിൽ നടക്കും, സിൻക്രണൈസ്ഡ് സ്ഫോടന പരമ്പരകൾ ഇന്ത്യയിൽ നടക്കും. 2011 2009 2011 സിൻക്രണൈസ്ഡ് ഒരേ സമയത്ത് പലയിടത്തും സ്ഫോടന പരമ്പര ബോംബെ നഗരത്തിൽ നടക്കുക എന്നുള്ളതും ഇന്റലിജൻസ് ബ്യൂറോ അലർട്ട് ചെയ്തതാണ്. അതിന് അലർട്ട് ചെയ്തതിന്റെ പേരിലാണ് അത് ഇഗ്നോർ ചെയ്തത്. അത് ഇഗ്നോർ ചെയ്തു. പിന്നെ വേറൊരു കാര്യം കൂടി പറയാം. നമ്മുടെ മലയാളിയായിട്ടുള്ള MK നാരായണൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിരുന്നു. അദ്ദേഹം ഒരു വിദേശ സുരക്ഷിതത്വ വിദഗ്ധന്മാരുടെ മീറ്റിംഗിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ഈ അന്ന് ഒരു ഇന്ത്യയിലേക്ക് വിദേശത്ത് നിന്ന് ഫണ്ട് കൊണ്ടുവരാനായിട്ടുള്ള സംവിധാനം ഉണ്ടായിരുന്നു. ആ സംവിധാനം നിലവിലുള്ളിടത്തോളം കാലം തീവ്രവാദികൾക്കും ഭീകരവാദികൾക്കും ഇതുപോലുള്ള ഈ കുഞ്ഞാളികൾക്കും ബിഷപ്പുമാർക്കും ഒക്കെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് വിദേശത്ത് നിന്ന് ഫണ്ട് ലഭിച്ചുകൊണ്ടേയിരിക്കും. ഇത് നമ്മളത് അമെൻഡ് ചെയ്യേണ്ടതാണ്. ഞാനിത് ഇതിനെപ്പറ്റി ഗവൺമെന്റിനോട് പറയാം എന്നൊക്കെ അദ്ദേഹം ആ പ്രസംഗത്തിൽ പറഞ്ഞു. അത് കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്കുള്ള അദ്ദേഹത്തെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിന്റെ പദവിയിൽ നിന്ന് മാറ്റിയിട്ട് അദ്ദേഹത്തെ പശ്ചിമ ബംഗാൾ ഗവർണറാക്കി മാറ്റി. നമ്മള് ഈ ബ്യൂറോക്രാറ്റിക് സ്ലാങ്ങിൽ പറയും കിക്കിംഗ് അപ് സ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സുരക്ഷ, അതായത് ചവിട്ടി എറിഞ്ഞ് മുകളിലോട്ട് അടിച്ചു കയറ്റിയെന്ന്, അതായത് മച്ചിലേക്ക് അടിച്ചു കയറ്റി എന്ന് പറയും. അതാണ് നടന്നത്. ഉദ്യോഗസ്ഥന്മാർക്ക് വരെ പേടിയായിരുന്നു. ഈ മണി എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥനെ എന്തിനാ ഇവർ പീഡിപ്പിച്ചത്? അദ്ദേഹം ചില വസ്തുതകൾ ഗവൺമെന്റിനെ അലർട്ട് ചെയ്യാൻ ശ്രമിച്ചു. പാകിസ്ഥാനിലേക്ക് പോയ ഒരു ഇന്ത്യൻ ഡെലിഗേഷനിൽ ഒരു പാകിസ്ഥാൻ ഏജന്റ് ആയിട്ടുള്ള ഒരു IAS ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു. ഇതൊക്കെ അദ്ദേഹം തന്റെ റിപ്പോർട്ടിൽ പറഞ്ഞതിനാണ് അദ്ദേഹത്തെ പീഡിപ്പിച്ചത്. അദ്ദേഹത്തിന് അവസാനം രാജിവെച്ച് ഇറങ്ങിപ്പോരേണ്ടി വന്നു. അതുപോലെ കേണൽ പുരോഹിതന്റെ കാര്യത്തിലാണെങ്കിൽ അദ്ദേഹം ഒരിക്കൽ പോലും രാജ്യത്തെ കുറ്റപ്പെടുത്തിയില്ല. ഇത്രയും വർഷം ജയിലിൽ കഴിഞ്ഞു, എന്നിട്ട് പോലും രാജ്യത്തെ കുറ്റപ്പെടുത്തിയില്ല. രാജ്യത്തിനെതിരെ ഒരു വാക്കുപോലും അദ്ദേഹം പറഞ്ഞില്ല. ഇവിടുത്തെ നിയമ സംവിധാനത്തിനെതിരെ ഒന്നും പറഞ്ഞില്ല. നഷ്ടപരിഹാരം ചോദിച്ചില്ല. വീണ്ടും രാജ്യത്തെ സേവിക്കാൻ തന്റെ സൈന്യത്തിൽ തുടരാനായിട്ട് അനുവദിക്കണം, അതിനു വേണ്ടിയിട്ടുള്ള നിയമ പോരാട്ടം മാത്രമാണ് അദ്ദേഹം നടത്തിയത്. ശരിക്കും പറഞ്ഞാൽ അതൊരു ത്യാഗോജനമായതല്ലേ. ഇരവാദം പോലും ഉയർത്തിയില്ല. വളരെ ത്യാഗോജനമായ ജീവിതമാണ്. ഇന്ത്യയില് വളരെ അപൂർവം ചില സൈനിക ഉദ്യോഗസ്ഥന്മാരിൽ, അപൂർവം വ്യക്തികളിൽ കണ്ടുവരുന്ന ഒരു യോഗ്യതയാണിത്. വളരെ യോഗ്യനായിട്ടുള്ള മനുഷ്യൻ, വളരെ കഴിവുകളുള്ള മനുഷ്യൻ, അദ്ദേഹത്തിന് ഏൽപ്പിച്ചിട്ട് കൊടുത്തിട്ടുള്ള ചുമതലകളെല്ലാം വളരെ അതിമനോഹരമായിട്ട് നടപ്പിലാക്കി എന്നുള്ളതാണ്. അദ്ദേഹം ഇന്നേ വരെ ഒരു അക്ഷരം കേന്ദ്ര ഗവൺമെന്റിനെതിരെയോ ഇന്ത്യൻ ആർമിക്കെതിരെയോ ഇന്ത്യൻ നിയമ വ്യവസ്ഥക്കെതിരെയോ ഒന്നും പറഞ്ഞിട്ടില്ല. ആർമ്ഡ് ഫോഴ്സസ് ട്രിബ്യൂണലാണ് അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി നിരപരാധിയാണെന്ന് പറഞ്ഞ് വെറുതെ വിട്ടതും. അദ്ദേഹം ഈ വർഷം എങ്ങാണ്ട് റിട്ടയർമെന്റ് ആവേണ്ടതായിരുന്നു സാധാരണ. മാർച്ച് 31 അതും ആർമ്ഡ് ഫോഴ്സസ് ട്രിബ്യൂണൽ ആണ് അദ്ദേഹത്തിന് പ്രൊമോഷൻ കൊടുക്കണം, അദ്ദേഹത്തിന് ഇപ്പൊ റിട്ടയർ ചെയ്യിപ്പിക്കരുത്, അദ്ദേഹത്തെ സൈന്യത്തിൽ തുടരാൻ സമ്മതിക്കണം എന്ന് പറഞ്ഞത്. അദ്ദേഹം ആർമിയിൽ തുടരുന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും പ്രിയൻ, എനിക്ക് ഷുവർ ആണ് അദ്ദേഹം നല്ലൊരു പൊസിഷനിൽ മേജർ ജനറലോ ലെഫ്റ്റനന്റ് ജനറലോ ആയിട്ട് അദ്ദേഹം റിട്ടയർ ചെയ്യുമായിരുന്നു. കാരണം വളരെ മെറിറ്റോറിയസ് ആയിട്ടുള്ള സേവനമാണ് അദ്ദേഹത്തിന്. എനിക്ക് തോന്നുന്നു ഇന്റലിജൻസിന്റെ ഭാഗമായിട്ടൊക്കെ പ്രവർത്തിച്ച കേണൽ പുരോഹിത് ഒരു പക്ഷേ അടുത്ത നമ്മുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ പോലും ആകാനായിട്ട് ഡോവലിന് ശേഷം ആവാനുള്ള യോഗ്യതയുള്ള ആളാണ്. അതെ, എന്തുകൊണ്ടും ആഭ്യന്തര സുരക്ഷ, നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാനൊക്കെ യോഗ്യതയുള്ള ആളാണ്. അതിപ്പോ തന്നെ പലയിടത്തും ചർച്ചകൾക്ക് വന്നിട്ടുണ്ട്. ഈ നമ്മളുടെ അജിത് ഡോവൽ റിട്ടയർ ചെയ്യുകയാണെങ്കിൽ ആരായിരിക്കും അടുത്ത ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് എന്നുള്ളത് അത് ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട്.
അപ്പോ അതെ അത് മിക്കവാറും അത് വരുന്ന കാര്യമാണല്ലോ, ഭാവിയിൽ വരുന്ന കാര്യമാണല്ലോ. ഇപ്പൊ തന്നെ അതെ ഇന്ത്യൻ ഗവൺമെന്റ് അടുത്ത ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ഉണ്ട്, CDS. ഇപ്പൊ അനിൽ ചൗഹാൻ റിട്ടയർ ചെയ്യുകയാണ്. അദ്ദേഹത്തിന്റെ 3 വർഷത്തെ കാലാവധി കഴിഞ്ഞു. അപ്പൊ അതെ അദ്ദേഹത്തിന് തുടരാൻ താല്പര്യമില്ല, അദ്ദേഹത്തിനെ ഒഴിവാക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു എന്നാണ് പത്രങ്ങളിലെല്ലാം കാണുന്നത്. അപ്പൊ അതെ അതിന് പകരം അവർക്കൊരു പുതിയ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫിനെ എന്താ പറയാ കണ്ടുപിടിക്കേണ്ടി വരും. അപ്പൊ ആ പദവിയിലേക്കും എന്താ പറയാ ഇദ്ദേഹം കേണൽ പുരോഹിത്, അല്ല സോറി, ഇപ്പൊ ബ്രിഗേഡിയർ വേണം, ബ്രിഗേഡിയർ പുരോഹിത് ഒരു നല്ല കാൻഡിഡേറ്റ് ആയിരിക്കും, നല്ല സെലക്ഷൻ ആയിരിക്കും ആർമിയിൽ. അതെ എനിക്ക് അതിന്റെ എന്താ മൈന്യൂട്ട് ഡീറ്റെയിൽസ് അറിയില്ല. ലഫ്റ്റനന്റ് ജനറലോ അല്ലെങ്കിൽ ജനറലോ ആയി പ്രവർത്തിച്ചവർക്ക് മാത്രമേ CDS എന്നുള്ള പദവിയിൽ എത്താൻ പറ്റുള്ളൂ എന്ന് അതെനിക്ക് നിശ്ചയം പോരാ. പക്ഷെ ആ എന്നാലും എന്താ ഇതിനു മുമ്പ് അനിൽ ചൗഹാൻ ലഫ്റ്റനന്റ് ജനറൽ ആയിട്ടാണ് അതെ റിട്ടയർ ചെയ്തത്. അതെ അതെ ജനറൽ അദ്ദേഹത്തെ ആയില്ലായിരുന്നു. തിരിച്ചു വിളിച്ച് ജനറലായി പ്രൊമോട്ട് ചെയ്യായിരുന്നു. റിട്ടയർമെന്റ് അതെ ലൈഫിൽ നിന്നും അദ്ദേഹത്തെ തിരിച്ചു വിളിച്ച് ജനറലായിട്ട് പ്രൊമോട്ട് ചെയ്യായിരുന്നു. അതെ അതെ അപ്പൊ ഇത് നാച്ചുറലി ആ കേസ് ഇത് ഇങ്ങനെ സംഭവിക്കാം. ബ്രിഗേഡിയർ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇപ്പൊ ലഫ്റ്റനന്റ് ജനറലൊക്കെ ആവേണ്ട സമയം ആയി കഴിഞ്ഞിട്ടുണ്ടായിരിക്കണം. ഈ അതെ അതെ 18 വർഷം അദ്ദേഹത്തിന്റെ 2008 തൊട്ട് 2026 വരെ 18 വർഷം അദ്ദേഹത്തിന്റെ സർവീസിൽ വന്ന ബ്രേക്ക് ഒക്കെ എടുക്കുകയാണെങ്കിൽ അദ്ദേഹം എന്തുകൊണ്ടും ലഫ്റ്റനന്റ് ജനറൽ വരെ ആവേണ്ടതായിരുന്നു. അതെ അതെ ചീഫാക്കുക അതൊക്കെ കേന്ദ്ര ഗവൺമെന്റിന്റെ തീരുമാനമല്ലേ. അതെ അപ്പൊ അങ്ങനെ നോക്കുമ്പോ അദ്ദേഹത്തിന് ഒന്നിൽ CDSന്റെ പോസ്റ്റ് കൊടുക്കാം, അതല്ലെങ്കിൽ അദ്ദേഹത്തിന് സുരക്ഷിതത്വ ഉപദേഷ്ടായോ ആക്കാം. പക്ഷെ ഇപ്പൊ ഉള്ളത് ഇപ്പോഴത്തെ നമ്മുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ 80 വയസ്സായെങ്കിലും അദ്ദേഹം ഒരു 28 വയസ്സുകാരന്റെ ചുറുചുറുക്കോട് കൂടിയാണ് ജോലി അതെ അതെ ചെയ്യുന്നതൊക്കെ. തീർച്ചയായും അതെ അപ്പൊ അതുകൊണ്ട് തൽക്കാലം CDS ഈ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറുടെ വേക്കൻസി ഒന്നും പറയാറായിട്ടില്ല നമുക്ക്. അതെ പക്ഷേ CDS ആയിട്ട് ഇദ്ദേഹത്തെ പരിഗണിക്കേണ്ടതാണ്. CDS ആയിട്ടും പിന്നെ അതേപോലെ ദോവൽ റിട്ടയർ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ നോബഡി ക്യാൻ ഡു എനിത്തിങ്. അദ്ദേഹം ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച സൈനിക പോലീസ് ഉദ്യോഗസ്ഥൻ, ഇന്റലിജൻസ് വിദഗ്ധനുമാണ് അദ്ദേഹം. അതെ അതെ അതേപോലെ കേണൽ പുരോഹിതും ഇന്റലിജൻസ് ഗ്യാതറിംഗിലും ടെററിസം റിലേറ്റഡ് ഒഫൻസീവ് തയ്യാറാക്കുന്ന രീതിയിലൊക്കെ വളരെ മിടുക്കനാണ്, സാമർഥ്യമുള്ള, തന്റെ അതെ കഴിവ് തെളിയിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥനാണ്. അതെ അതെ എന്തുകൊണ്ടും യോഗ്യതയുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് തീർച്ചയായും അങ്ങനെയെങ്കിലും ഈ എന്താ പറയണ കോൺഗ്രസ് ഭരണകൂടം അദ്ദേഹത്തോട് ചെയ്ത കുറ്റത്തിന് എന്താ പറയണ അൺഫോർഗിവബിൾ കുറ്റം, അതെ അതിന് ഒരു പരിഹാരം ചെയ്യാവുന്നതാണ് കേന്ദ്ര സർക്കാർ. തീർച്ചയായിട്ടും